കേരളത്തിൽ ഫാക്ടറി നടത്താൻ കമ്പനി മാനേജ്മെന്റുകൾ വിമുഖത കാണിക്കുന്നു. കാരണം സർക്കാർ കമ്പനികളെ പരിപോഷിപ്പിക്കുന്നില്ല. സേഫ്റ്റി, മനുഷ്യാവകാശം, പാരിസ്ഥിതിക പ്രശ്നം, ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം, ഫാക്ടറികളുടെ സുരക്ഷാ പരിശോധനകൾ, സർട്ടിഫിക്കേഷൻ നടപടികൾ എന്നിവയിൽ കേരളത്തിൽ കൂടുതൽ നിഷ്കർഷയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തെലുങ്കാനയിലേക്ക് പോകുന്നു. പൊതുവായി പറഞ്ഞാൽ ഫാക്ടറി നിയമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നത്. എന്നിരുന്നാലും ഓരോ സംസ്ഥാനത്തിനും അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും അധികാരമുണ്ട്. ഇത് ഫാക്ടറി പരിശോധനകളുടെ കാഠിന്യം, മനുഷ്യാവകാശ സംരക്ഷണം, പരാതി പരിഹാര സംവിധാനങ്ങൾ എന്നിവയിൽ വ്യത്യാസങ്ങൾക്ക് കാരണമാകാം. തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിൽ പാശമയിലാരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ സിഗാച്ചി ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 45 ആയി ഉയർന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫാക്ടറിക്കുള്ളിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കെട്ടിടം പൂർണ്ണമായി തകരുകയും തീപിടുത്തമുണ്ടാകുകയും ചെയ്തു. അവസാനം ഇങ്ങനെ ദുരന്തങ്ങൾ തുടർക്കഥാകുമ്പോൾ അവിടത്തെ ജനങ്ങൾ 2025 എന്ന വർഷത്തെ ശപിക്കും. കേരള ജനത അങ്ങനെ അല്ല, കഥ മാറും. കേരളത്തിൽ സുരക്ഷ, തൊഴിലാളി അവകാശങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, പൊതുജനാരോഗ്യം എന്നിവയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഉയർന്ന ജനസാന്ദ്രതയുള്ള സംസ്ഥാനമായതിനാൽ ഫാക്ടറികളിൽ നിന്നുള്ള മലിനീകരണമോ അപകടങ്ങളോ വലിയൊരു വിഭാഗം ജനങ്ങളെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുതന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളിലും പാരിസ്ഥിതിക നിയന്ത്രണങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാൻ സർക്കാരിനോ പൊതുസമൂഹത്തിനോ സാധിക്കുകയുമില്ല. നേരെമറിച്ച് തെലങ്കാന, ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ വ്യവസായവൽക്കരണത്തിന് വലിയ ഊന്നൽ നൽകുകയും വ്യവസായങ്ങളെ ആകർഷിക്കാൻ ചിലപ്പോൾ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുകയും ചെയ്യാറുണ്ട്. ഇത് ഫാക്ടറി സ്ഥാപിക്കുന്നതിനും ലൈസൻസ് നേടുന്നതിനും എളുപ്പമാക്കിയേക്കാം. എന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ചകൾ വരുമ്പോൾ വൻ ദുരന്തങ്ങളിലേക്ക് നയിച്ചേക്കാം. സംഗറെഡ്ഡിയിലെ ഫാക്ടറി സ്ഫോടനം ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഒരു അപകടം സംഭവിക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ കമ്പനി ഉടമയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ജീവഹാനി സംഭവിക്കുകയാണെങ്കിൽ ക്രിമിനൽ കേസുകൾ, നഷ്ടപരിഹാര കേസുകൾ എന്നിവയെല്ലാം കമ്പനി ഉടമയ്ക്കും മാനേജ്മെന്റിനും എതിരെ വരും. കമ്പനി ഉടമയുടെ കുടുംബത്തിന്റെ സ്വത്തുക്കൾ വിറ്റാലും നഷ്ടപരിഹാരം നൽകാൻ തികയാതെ വരാം. ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിൽ പോലും കേസും നടപടികളും കാരണം കമ്പനിക്ക് കരകയറാൻ കഴിഞ്ഞെന്ന് വരില്ല. രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഈ വിഷയത്തിൽ ഇടപെടുന്നത് സ്വാഭാവികമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ കമ്പനി ഉടമയ്ക്ക് നിയമപരമായ നടപടികളോടൊപ്പം ഈ സാമൂഹിക സമ്മർദ്ദങ്ങളെയും നേരിടേണ്ടി വരും. ഇത്രയും കാലം കൂടെ നിന്ന മാധ്യമ പ്രവർത്തകർ തള്ളി പറഞ്ഞെന്നും വരാം. കൂടെ നിന്ന സംഘടനകൾ പോലും പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയേക്കാം. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു കമ്പനിക്കും ഗുണം ചെയ്യില്ല എന്നതിന് ഇത് ഒരു ഉദാഹരണമാണ്. ഇത് സാബു മുതലാളിമാർ ഓർക്കുക. വ്യവസായങ്ങൾ നാടിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ്. എന്നാൽ വ്യവസായവും സുരക്ഷയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം. അത് ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഭീഷണിയാകരുത്.